അപ്പോൾ ഇത് നേരം വെളുത്ത് ഏകദേശം ഒരു 6:30 ആയിട്ടോ. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് സോളാപ്പൂര് പോവാണ്. നമ്മുടെ മുമ്പിൽ ഹൈവേ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാട്ടോ. അപ്പോൾ പോവാം. സോളാപ്പൂർക്കിനി ഉണ്ടല്ലോ 217 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കിയതാണ്. അങ്ങനെ രാത്രി ഫുള്ള് ഇരുന്ന് ഓടിക്കാറുണ്ട്. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഓടിക്കാം. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വണ്ടി എടുക്കാൻ പോവാം. മഹാരാഷ്ട്രയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഭയങ്കര ചൂടാണ് അവിടെ. പിന്നെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ റൂട്ടല്ല, അവിടെ ആ റൂട്ടിൽ എന്തോ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചുവിട്ടു. ഇനി പോണ വഴി നമുക്കറിയാൻ പാടില്ല, അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേണം പോകാൻ. പോണ വഴിക്ക് പോലീസൊക്കെ ഉണ്ടെങ്കിൽ പണി പിന്നെയും പാളും. നമ്മൾ പോണ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കരിമ്പും ലെഫ്റ്റ് സൈഡിൽ മറ്റേ ചോളാട്ടോ കൃഷി ചെയ്തിട്ടാണ്. ഇടയ്ക്ക് ഓരോ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. തെങ്ങിൻ്റെ ചെറിയ തോപ്പും പിന്നെ അതുപോലെ വാഴത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് സംഭവം കാണാൻ. പക്ഷേ ഒരു ഈവനിങ് ടൈമാണ് ഈ ഭയങ്കര രസമായിരിക്കും ഇവിടെ. നമുക്ക് ഈ പറഞ്ഞ പോലെ ജാത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് തിരിയാനുള്ള വഴി കിട്ടിയിട്ടില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിൽ 1-2 വഴികൾ നോക്കി, പക്ഷെ അതെല്ലാം ചെറിയ വഴികളാണ്. ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിട്ട് പോട്ടെ, സീത ജായക മിലേക എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഭയങ്കര വെയിലാട്ടോ. നമ്മൾ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ കണ്ടു. എൻ്റെ പൊന്നടാവി, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാട്ടിത്തരാം. സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കണം, എന്നെ രസമല്ലേ. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇവിടെ സംഭവം ഇത്രയും പൂത്ത് നിൽക്കണേ കാണുന്നത്. കണ്ടോ, ഇവിടെ ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്ന മോനെ, എന്നെ രസമല്ലേ. ഇവിടെ തൊട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുക കേട്ടോ. ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസം. നേരിട്ട് കാണണം എൻ്റെ പൊന്നെ. പക്ഷേ ഞാൻ അതിൻ്റെ അങ്ങോട്ട് അടുത്തായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ നോക്കിട്ടോ. പക്ഷേ ഇവർ ആളുകൾ സമ്മതിക്കണില്ല. ഭയങ്കര രസമാട്ടോ. ആ സൂര്യകാന്തി പൂത്ത് നിൽക്കണതിൻ്റെ തൊട്ടിപ്പുറം നിൽക്കണ ചോളാട്ടോ. ചോളം അത്യാവശ്യം വലുപ്പം വെച്ച് തുടങ്ങിയ ചോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ചെല്ലണ സ്ഥലം എന്ന് പറഞ്ഞാൽ ജാത്ത് എന്ന സ്ഥലമാട്ടോ. ജാത്ത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ പോണ റോഡിൻ്റെ 2 സൈഡിൽ മാതള നാരങ്ങ ഒത്തിരി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില തോട്ടത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങാൻ പറ്റിയ തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി ഒന്നൊന്ന് ആ വീഡിയോ ഒന്നും എടുക്കാറുണ്ട്. നോക്കാം, നമുക്ക് ഇറങ്ങാൻ പറ്റിയ തോട്ടം ഉണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടു കേട്ടോ, സംഭവം കണ്ടു. പക്ഷേ നമ്മൾ ഒത്തിരി അടുത്തായിട്ട് പോകണില്ല. ഇനി ഇവിടെയുള്ള ആൾക്കാരാരെങ്കിലും തെറി പറഞ്ഞാലോ. ഇവരാ ഫ്രൂട്ട് ഉണ്ടായിട്ട് നമ്മൾ ഒത്തിരി അടുത്തായിട്ട് പോകണില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർക്ക് കലിപ്പാവും സംഭവം. ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ട് ഈ സാധനം ഇങ്ങനെ മൂടിയിട്ടേക്കുക. ജസ്റ്റ് ഞാൻ എൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ഒരു വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ എന്നാലും രണ്ടും കൽപ്പിച്ച് എൻ്റെ അടുത്തായിട്ട് ഇറങ്ങിട്ടോ. അതുകൊണ്ടോ ഇതാട്ടോ സംഭവം ഉണ്ടായിരിക്കണോ. ഇത് മൊത്തം അങ്ങോട്ട് ഇതിൻ്റെ തോട്ടാട്ടോ. ഭയങ്കര രസമാട്ടോ. ഇതാട്ടോ തോട്ടം. നമ്മളിവിടുന്ന് പോരും കേട്ടോ. ഇവിടെ അധികം നേരം വണ്ടി നിർത്തിയിട്ടാ. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പിന്നെ വിഷയമാവും.
എല്ലാ ഇതിലും നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജാത്ത് എത്തി കേട്ടോ. ജാത്ത് അപ്പോൾ വണ്ടിക്ക് ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയേക്കുക. ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഗ്രീസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വണ്ടി ഒതുക്കിയൊക്കെ വന്നിട്ട്, കാരണം ഇത്രയും ദൂരം ഓടി വന്നിട്ട് വണ്ടിക്ക് ചെറിയ റെസ്റ്റ് കൊടുക്കരുത്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മളിവിടെ നിന്ന് പോവാം. നമ്മളിപ്പോൾ ജാത്തുനിന്ന് വണ്ടി എടുക്കാൻ പോട്ടെ. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് വിജയപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകത്തിലേക്ക് കയറി കേട്ടോ. മഹാരാഷ്ട്ര കർണാടക ബോർഡർ കേട്ടോ അത്. കർണാടകത്തിൽ കയറിയപ്പോൾ തന്നെ പോലീസ് പിടിച്ചു കേട്ടോ. കർണാടക പോലീസ് പിടിച്ചു. നമ്മൾ കർണാടകത്തിൽ എത്തിയിട്ട് ഒരു പമ്പിൽ കയറി കുറച്ച് ഡീസലൊക്കെ അടിച്ചു. ഞാൻ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒതുക്കി ഇറങ്ങി. നമ്മുടെ സുഹൃത്ത് കയറി വണ്ടി ഫ്രണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി തുടങ്ങി. നമ്മുടെ യാത്ര നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും നിർത്തി നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കും, ഫുഡ് കഴിക്കും, കയറി കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.